നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട് ഉൾപ്പെടെ 12 ഇടങ്ങളിൽ ED റെയ്ഡ്. ED നടപടിക്കെതിരെ തെരുവിൽ പ്രതിഷേധിച്ച CPM, ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ CPM പ്രവർത്തകർ അടിച്ചു തകർത്തു. ED റെയ്ഡിനെതിരെ പ്രതികരിച്ച CPM നേതാക്കൾ. ഫാസിസ്റ്റ് അജണ്ടകൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന K രാധാകൃഷ്ണൻ MP. വിരട്ടാൻ നോക്കണ്ടെന്ന AC മൊയ്തീൻ MLA. വിജയന് നേരെയുള്ള EDയുടെ വേട്ട BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശവുമായി ബലിപ്പെരുന്നാൾ നാളെ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടക്കും. വെളിയിട വിസർജന നിരോധിത മേഖലയായി പ്രഖ്യാപിച്ച ഗുരുവായൂർ നഗരസഭയിൽ നിയമലംഘനം പതിവാകുന്നു. ഗുരുവായൂർ നഗരസഭാ ഓഫീസിന് തൊട്ടുമുന്നിലുള്ള ക്ഷേത്ര പ്രവേശന സ്മാരക പാർക്കിംഗ് ഗ്രൗണ്ടും മഞ്ജുലാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരവും ദുർഗന്ധപൂരിതം. പുത്തൂർ പഞ്ചായത്തിലെ മലയോര മേഖല കാട്ടാന ഭീഷണിയിൽ. ആനക്കൂട്ടങ്ങൾ കൃഷി നശിപ്പിക്കുന്നതും ജനജീവിതത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നതും പതിവാകുന്നു. കാട്ടാന ശല്യം തടയാൻ അടിയന്തര നടപടിയെടുക്കുമെന്ന് K രാജൻ MLA. വാർത്തകൾ വിശദമായി. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട് ഉൾപ്പെടെ 12 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തി. ED നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധവുമായി CPM രംഗത്തിറങ്ങി. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ CPM പ്രവർത്തകർ അടിച്ചു തകർത്തു. നാടകീയവും സംഘർഷഭരിതവുമായ രംഗങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടിൽ ED നടപടികൾ കടുപ്പിച്ചത് CPM-നെ ഞെട്ടിച്ചു. പിണറായി വിജയനെ ലക്ഷ്യമിട്ട് ED എത്തിയതോടെ CPM നേതാക്കളും പ്രവർത്തകരും ഒന്നടങ്കം തെരുവിലിറങ്ങി. തിരുവനന്തപുരത്ത് പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും പരിശോധന പൂർത്തിയാക്കി മടങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ CPM പ്രവർത്തകർ അടിച്ചു തകർത്തു. പോലീസ് ലാത്തിചാർജ് നടത്തി പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. മറ്റ് ജില്ലകളിലും വ്യാപക പ്രതിഷേധങ്ങൾ അരങ്ങേറി. ബുധനാഴ്ച രാവിലെയാണ് സംഭവങ്ങളുടെ തുടക്കം. വ്യാജ ചെലവുകളുടെ മറവിൽ CMRL കമ്പനിയിൽ നിന്ന് വിവിധ വ്യക്തികൾക്ക് കോടിക്കണക്കിന് രൂപ നൽകിയെന്നാണ് ED ആരോപണം. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പണം കൈപ്പറ്റിയവരിൽ ഒരാൾ പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണെന്നാണ് ED കേസ്. വീണ വിജയന്റെ ഉടമസ്ഥതയിൽ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഇടപാടുകൾ നടന്നതെന്നും ED പറയുന്നു. കേസിൽ ED അന്വേഷണം തുടരാമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പിണറായി വിജയനെയും കുടുംബത്തെയും കേന്ദ്രീകരിച്ച് അന്വേഷണ കുരുക്കുമുറുക്കിയത്. പിണറായി വിജയനും കുടുംബവും ഇപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്, കണ്ണൂരിലെ വീട്, വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വീട്, CMRL MD ശശിധരൻ കർത്തയുടെ വീട്, വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ബംഗളൂരുവിലെ ഓഫീസ് എന്നിങ്ങനെ 12 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം ED റെയ്ഡ് നടത്തിയത്. ന്യൂസ് ഡെസ്ക് TCV. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അകാരണമായി പിണറായി വിജയന്റെ വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലും ED റെയ്ഡ് നടത്തിയതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിൽ ED നടത്തിയ റെയ്ഡിൽ പ്രതിഷേധിച്ച് CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ നടത്തിയ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ പരാജയത്തിലൂടെ ഇനി ഒരു കാരണവശാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വളർന്നു വരാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളാണ് കേന്ദ്രം ഭരിക്കുന്ന BJP-യും കേരളം ഭരിക്കുന്ന കോൺഗ്രസും. തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് തോറ്റിട്ടുള്ളൂവെന്നും സമരപോരാട്ടങ്ങളിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ടു പോകില്ലെന്നും K രാധാകൃഷ്ണൻ പറഞ്ഞു. സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളികളെ ആശയപരമായി നേരിടാൻ കഴിവുള്ളവരാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവസാനിക്കുന്നതുവരെ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം R ബിന്ദു അധ്യക്ഷത വഹിച്ചു. വൈരാഗ്യ ബുദ്ധിയോടെയാണ് പിണറായി വിജയനെ EDയെ ഉപയോഗിച്ച് വേട്ടയാടുന്നതെന്നും കേന്ദ്ര ഭരണാധികാരികളുടെ ചട്ടുകമായി ED അധപ്പതിച്ചിരിക്കുന്നുവെന്നും അവർ പറഞ്ഞു. പുതിയ സർക്കാർ അധികാരത്തിലേറി ഒരാഴ്ച പിന്നിടും മുൻപ് മോഡി VD ED അവിശുദ്ധ കൂട്ടുകെട്ട് പുറത്തു വന്നുവെന്നും R ബിന്ദു കുറ്റപ്പെടുത്തി. ED റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും റെയ്ഡ് നടത്തി ഭീഷണിപ്പെടുത്തുവാനാണ് ശ്രമമെങ്കിൽ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA പറഞ്ഞു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പ്രകടനത്തിനിടെ സ്വരാജ് ലൗണ്ടിൽ സ്ഥാപിച്ചിരുന്ന കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ തകർത്തത് നേരിയ സംഘർഷത്തിനിടയാക്കി. TCV തൃശൂർ. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിനെതിരെ പ്രതികരിച്ച CPM നേതാക്കൾ.
ഫാസിസ്റ്റ് അജണ്ടകൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് പിന്നിൽ കോൺഗ്രസിനുള്ള പങ്ക് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല പിണറായിക്കെതിരായിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ നിരവധി വർഷമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഈ റെയ്ഡ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കേന്ദ്ര ഏജൻസികളായിരുന്നു എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയിരുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ്റായിരുന്നു. എന്നാൽ ഇപ്പോൾ UDF ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നതോടുകൂടി സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും സംയുക്തമായിട്ടുള്ള വലിയ രീതിയിലുള്ള ആക്രമണമാണ് CPM-നെതിരായിട്ട് കൊണ്ട് അഴിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. EDയുടെ വിരട്ടൽ വേണ്ടെന്നും റെയ്ഡിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുമെന്നും AC മൊയ്തീൻ MLA വ്യക്തമാക്കി. രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റെയ്ഡ് സംഘടിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പ്രതിപക്ഷ നേതാക്കളെ, പ്രത്യേകിച്ച് കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ആളുകളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടിയതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒരു തെളിവുണ്ടായിട്ടല്ല, ഒരു വസ്തുതയുണ്ടായിട്ടല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മുമ്പ് കോൺഗ്രസ് പറഞ്ഞിരുന്നു, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ചോദിച്ച് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ്. കേരളത്തിൽ വരുമ്പോൾ ED നല്ലതും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നല്ലതും, കേരളത്തിന് വെളിയിൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മോശവും എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ED എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി രാഷ്ട്രീയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സമീപനം സ്വീകരിക്കുക. ആ അന്വേഷണം കാണിച്ചിട്ടുള്ള വിരട്ടലൊന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വേണ്ട എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിണറായി വിജയന് നേരെയുള്ള EDയുടെ വേട്ട BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ആരോപിച്ചു. ആര് തമ്മിലാണ് ഡീൽ ഉണ്ടായിരുന്നത് എന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളായിട്ടുള്ള പിണറായി വിജയന്റെ വീട് റെയ്ഡിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ കേരളത്തിലുണ്ടാക്കിയ ഡീലിൻ്റെ പ്രതിഫലനമാണ് ഇത്. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചകളുടെ വിവരങ്ങൾ പുറത്തുവിടണം. ഇവരുടെ അവിശുദ്ധ ബന്ധത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കില്ല. കേരളം അതിശക്തമായി ഈ വേട്ടയാടലിനെതിരായി കേരളം പ്രതികരിക്കും. അനേകം ഭരണകൂട ഭീകരതകളെ ജനകീയമായി നേരിട്ട കേരളം ഈ ആക്രമണത്തെയും ഒറ്റക്കെട്ടായി നേരിടും എന്ന കാര്യമാണ് പറയാനുള്ളത്. ED സംഘപരിവാറുകളുടെ ഉപകരണമായി മാറിയെന്ന് മുൻ മന്ത്രി R ബിന്ദു കുറ്റപ്പെടുത്തി. മുൻ ഭരണാധികാരിയെ, സംസ്ഥാന നേതൃത്വം വഹിച്ച ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഈ രീതിയിലുള്ള പരിശോധനയുമായി കടന്നു വരുമ്പോൾ UDF ഗവൺമെന്റ് ഒരു നോക്കുകുത്തിയായിട്ട് അതിന് കുടപിടിച്ച് കൊടുക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് അതിന്റെ പ്രതിനിധികളുടെ സംസാരത്തിൽ നിന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. ഇതൊന്നും നമ്മുടെ നാടിന്റെ ജനാധിപത്യ സംസ്കാരത്തിന് നിരക്കുന്നതല്ല. അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകളുടെ ഒരു ഉപകരണം മാത്രമായിട്ട് ED പ്രവർത്തിക്കുകയാണ്. കേന്ദ്ര ഏജൻസികളെയൊക്കെ വഴിവിട്ട രീതിയിൽ അവിഹിതമായി ഉപയോഗിക്കുന്നതിന്റെ അടയാളമായിട്ട് തന്നെയാണ് നമുക്ക് ഈ റെയ്ഡിനെ കാണാൻ സാധിക്കുക. TCV ന്യൂസ് തൃശൂർ. വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ സന്ദേശവുമായി ബലിപ്പെരുന്നാൾ നാളെ. ബലിപ്പെരുന്നാൾ ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കലാണ്. ദൈവഹിതം പാലിക്കാനായി മകൻ ഇസ്മയിലിനെ ബലിയർപ്പിക്കാൻ സന്നദ്ധനായ ഇബ്രാഹിം നബിയുടെ അചഞ്ചലമായ വിശ്വാസവും ത്യാഗസന്നദ്ധതയുമാണ് ബലിപ്പെരുന്നാളിന്റെ അന്തസത്ത. ഇബ്രാഹിമിന്റെ വിശ്വസ്തതയിൽ പ്രീതനായ അല്ലാഹു മകനെ ബലിയർപ്പിക്കുന്നതിനു പകരം ആടിനെ അറുക്കാൻ അരുളുകയായിരുന്നുവെന്നാണ് വിശ്വാസം. വലിയ പെരുന്നാൾ ദിവസം രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനാപൂർവ്വം സംഗമിച്ച് പരസ്പരം ആശംസകൾ നേരും. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അറിഞ്ഞു, തുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ തുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? തുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. Discover la Vraigote, la crème de la fraîcheur. French Diary Ice Creams, a taste factory. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. വെളിയുടെ വിസർജന നിരോധിത മേഖലയായി പ്രഖ്യാപിച്ച ഗുരുവായൂർ നഗരസഭയിൽ നിയമലംഘനം പതിവാകുന്നു. ഗുരുവായൂർ നഗരസഭ ഓഫീസിന് തൊട്ടുമുന്നിലുള്ള ക്ഷേത്രപ്രവേശന സ്മാരക പാർക്കിംഗ് ഗ്രൗണ്ടും മഞ്ജുളാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരവുമാണ് ഇപ്പോൾ ദുർഗന്ധത്താൽ ശ്വാസം മുട്ടുന്നത്. RTO ഓഫീസും സഹകരണ ബാങ്കും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ജനനിബിഡമായ മേഖലയാണിത്. നിരവധി ഹോട്ടലുകളും കൂൾ ബാറുകളും പ്രവർത്തിക്കുന്ന ഈ പരിസരത്താണ് മനുഷ്യവിസർജ്യം കുന്നുകൂടുന്നത്. രാത്രികാലങ്ങളിൽ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തുന്നുണ്ട്. ഇവിടെ എത്തുന്ന യാത്രക്കാരാണ് പാർക്കിംഗ് ഗ്രൗണ്ടിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നത്. വ്യാപാരികളും പൊതുജനങ്ങളും നിരവധി തവണ നഗരസഭയിൽ പരാതിപ്പെട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല. പരാതികളുടെ എണ്ണം കൂടുമ്പോൾ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ വന്ന് കുറച്ച് ബ്ലീച്ചിങ് പൗഡർ വിതറിപ്പോകും. ഇവിടെ നമ്മുടെ ഗുരുവായൂരിനെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലുള്ള അതിഭീകരമായിട്ടുള്ള മണാണ്. വ്യാപാരികൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഒരുപാട് കാലങ്ങളായത്. നിരന്തരമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ ചെന്നിട്ട് നിരവധി പരാതികളും നിവേദനങ്ങളും കൊടുത്തിട്ട് യാതൊരു പരിഹാരമില്ല. ഇവിടെ മൂത്രമണം ഭയങ്കരമായിട്ടാണ്. കടയിൽ പോലും ഒരാൾ ചായ കുടിക്കാൻ പറ്റില്ല, എല്ലാവരും പോവാണ്. പിന്നെ രാത്രി എന്ന് പറയുമ്പോൾ ഭയങ്കര ശല്യമാണ്. കഞ്ചാവിന്റെയും ഇവിടെ അടക്കം മൂത്രം വെച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ കടയിൽ കേറി വരുന്നില്ല, ഇവിടേക്ക് ആരും വരുന്നില്ല. ഞങ്ങൾക്ക് നല്ല സ്മെല്ലടിച്ചിട്ട് ഇവിടെ വരുന്ന ആ ഒരു കസ്റ്റമർ പോലും ഞങ്ങളുടെ ഹോട്ടലിൽ കയറി ഒരു ഫുഡ് പോലും കഴിക്കുന്നില്ല. ഞങ്ങൾക്കും പ്രശ്നമാണ് ഭയങ്കര. ഞങ്ങൾ പറഞ്ഞു മതി രാവിലെ തൊട്ട് ഞങ്ങൾ കിടന്ന് അലയ്ക്കുവാണ്. ഈ സ്മെല്ല് കാരണം ഈച്ചയും കൊതുകും എല്ലാം കൊണ്ടും ആകെ ബുദ്ധിമുട്ടായിട്ടിരിക്കും ഞങ്ങൾക്കും. ഞങ്ങൾ ഇത് കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരു നടപടി ഉണ്ടാവുന്നില്ല. ഹോട്ടലുകളിൽ എത്തുന്ന ഉപഭോക്താക്കൾ ദുർഗന്ധം മൂലം തിരികെ പോകുന്ന അവസ്ഥയാണുള്ളത്. കോടികൾ മുടക്കി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന നഗരസഭ തങ്ങളുടെ മൂക്കിന് താഴെയുള്ള ഈ ആരോഗ്യ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. TCV, ഗുരുവായൂർ. പുത്തൂർ പഞ്ചായത്തിലെ മലയോര മേഖല കാട്ടാന ഭീഷണിയിൽ. ആനക്കൂട്ടങ്ങളിറങ്ങി കൃഷി നശിപ്പിക്കുന്നതും ജനജീവിതത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നതും പതിവാകുന്നു. പുത്തൂർ പഞ്ചായത്തിലെ മാനാമംഗലം, വല്ലൂർ, വെള്ളക്കാരിത്തടം, താമര വെള്ളച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാവുന്നത്. മുൻപൊക്കെ ഒരു ആന ഇറങ്ങിയിരുന്ന സ്ഥാനത്ത് 8-10 ആനകളടങ്ങുന്ന കൂട്ടമാണിപ്പോൾ കാടിറങ്ങി കൃഷി നശിപ്പിക്കുന്നതും ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് ഭീഷണിയാകുന്നതും. പ്രദേശത്തെ ആളുകൾക്ക് വൈകിട്ട് 6 മണിക്ക് ശേഷം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. കർഷകർക്ക് കൃഷി ചെയ്ത് വിളവെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. ഏകദേശം 9ഓളം ആനകൾ നിരന്തരമായിട്ട് വരികയും തൈത്തെങ്ങുകളും വലിയ തെങ്ങുകളും വാഴയും റബ്ബറും ഉൾപ്പെടെ വലിയ രീതിയിൽ അത് നശിപ്പിച്ച് കളയാണ്. ആന എണ്ണത്തിൽ കൂടുതലായതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിനടുത്തേക്ക് പോകാനോ പടക്കം പൊട്ടിക്കാനോ നല്ല പേടിയുണ്ട്. കാരണം ആന പല സ്ഥലങ്ങളിലായിട്ടാണ് മാറി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചേച്ചിയുടെ വീട്ടിലെ 45 തൈത്തെങ്ങുകളാണ് ആന നശിപ്പിച്ച് കളഞ്ഞത്. അത്ര ദുഷ്കരമാണ്. ഇതിനുള്ളൊരു പ്രതിവിധി എന്ന് പറയുന്നത്, ഒന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫെൻസിങ് അത്
കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി ഹാങ്ങിങ് ഫെൻസിംഗ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. 2, നിരന്തരമായിട്ട് ആന വരുന്ന സ്ഥലങ്ങളെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു സ്ഥിരം പെട്രോളിംഗ് സംവിധാനം, ഒപ്പം തന്നെ സെൻസർ പോലുള്ള പുതിയ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു 100, 200, 300 മീറ്റർ അകലെ വെച്ച് തന്നെ ആന ഇറങ്ങുന്നുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് അതിനെ മാറ്റുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. പട്ടയില്ലാത്ത ചില ഭൂമികളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലാവ് പണ്ട് കാലത്ത് നമ്മൾ ഈ ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി നട്ടു വളർത്തിയിട്ട പ്ലാവാണ്. ആ പ്ലാവ് ഇപ്പം മുറിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്ലാവ് മുറിക്കുന്നുള്ള ഒരു അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ അത് മുറിച്ച് മാറ്റിയാൽ ഒരു പരിധിവരെ ആന വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും. വെള്ളക്കാരിത്തടത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ 7ഓളം ആനകളാണ് ജനവാസ മേഖലയിൽ എത്തിയത്. കൃഷിയിടത്തിലെത്തിയ ആനക്കൂട്ടം ഒറ്റ രാത്രി കൊണ്ട് വ്യാപകമായ കൃഷിനാശമാണ് വരുത്തിയത്. നിരവധി റബ്ബർ മരങ്ങൾ, തെങ്ങിൻ തൈകൾ, വാഴകൾ എന്നിവയാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. ഇത്തരം നാശനഷ്ടങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഒരു തരത്തിലുള്ള ധനസഹായവും ലഭിക്കുന്നില്ല. കാട്ടാനശല്യം മൂലം പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. രാത്രിയായാൽ വീടിനും കൃഷിക്കും കാവലിരിക്കേണ്ട സ്ഥിതിയാണെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാരിന്റെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. പുത്തൂർ മേഖലയിലെ മലയോര മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമാവുകയാണ്. വർഷങ്ങളായി ഇവിടെ മെയ്, ജൂലൈ മാസങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. കർഷകരുടെ വാഴ, തെങ്ങും തൈകൾ തുടങ്ങിയവയാണ് നിരന്തരമായി നശിപ്പിക്കപ്പെടുന്നത്. ഈ കർഷകർക്ക് കൃഷി ചെയ്യാനാവാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവർക്ക് നശിക്കുന്ന കൃഷിക്ക് നഷ്ടപരിഹാരം നൽകാനും കാട്ടാനകൾ വീണ്ടും ഇറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാനുമുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെല്ലാവരും ആവശ്യപ്പെടുന്നത്. വെള്ളക്കാരിത്തടത്തു നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. ഫെൻസിംഗ് കാര്യക്ഷമമാക്കിയും RRT ടീമിനെ രംഗത്തിറക്കിയും പെട്രോളിംഗ് ശക്തമാക്കിയും പുത്തൂർ പഞ്ചായത്തിലെ മലയോര മേഖലയിലെ കാട്ടാന ഭീഷണിക്ക് പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്ന് കെ രാജൻ MLA പറഞ്ഞു. പട്ടയം ഇല്ലാത്ത ഭൂമിയാണെങ്കിലും കൃഷി നശിച്ചാൽ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്നും കെ രാജൻ വ്യക്തമാക്കി. കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ നമ്മൾ നിശ്ചയിച്ചനുസരിച്ച് പട്ടിക്കാട് റേഞ്ച് ഓഫീസിൽ ഒരു എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട്. ആ സെൻറ്ററിൻ്റെ നമ്പർ 91 88 40 75 31 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ഓപ്പറേഷൻ സെൻ്ററാണ്. 3 ജീവനക്കാരെ അവിടെ നിയമിച്ചിട്ടുണ്ട്. ആ ജീവനക്കാരുടെ സേവനം ഫുൾ ടൈം ഉണ്ടാകുന്നതാണ്. അവർക്ക് ഏത് നേരത്തും വിളിക്കാവുന്നതാണ്. ഇതിന് പുറമെ പ്രധാനമായിട്ടും ആന ക്രോസ് ചെയ്തു പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കണം എന്ന് നിശ്ചയിച്ചു. പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്നത്തോടെ രംഗപ്രവേശം ചെയ്യും. ഇതിന് പുറമെ ഒരു സെൻസർ ഘടിപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ആനകൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ, വനാതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അലാറം ശബ്ദിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സെൻസർ ഘടിപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും അതിന് വരുന്ന ചെലവും കണ്ടെത്താൻ പട്ടിക്കാട് റേഞ്ച് ഓഫീസറെ ചുമതലപ്പെടുത്തി. കൃഷിനാശം സംഭവിച്ചതിൻ്റെ നഷ്ടപരിഹാരം നേരത്തെ നിശ്ചയിച്ചതുപോലെ STRFിൽ നിന്ന് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. കൃഷി AD ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ആ കാര്യം ആലോചിക്കണം. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞാൻ തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് പട്ടയമില്ലാത്ത ഭൂമിയാണെങ്കിൽ പോലും വാർഷിക വിളകളാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അതിന് നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവ് ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട്. അക്കാര്യം കൂടി പരിശോധിക്കണം എന്നതിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. DFO ജോസഫ് തോമസ്, ഒല്ലുകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യ രാജേഷ്, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, വൈസ് പ്രസിഡന്റ് മിനി റെജി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ.
നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിൽ വ്യാഴാഴ്ച മുതൽ ഒറ്റവരി ഗതാഗതം അനുവദിക്കും. ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിവിടാനാണ് തീരുമാനം. പാലത്തിന്റെ പടിഞ്ഞാറുവശത്തുള്ള എക്സ്പാൻഷൻ ജോയിന്റുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് നടപടി. ബാക്കിയുള്ള ജോയിന്റുകളുടെ അറ്റകുറ്റപ്പണി അടുത്ത 3 ദിവസങ്ങളിലായി നടക്കും. 30-ന് പൂർണ്ണതോതിൽ ഗതാഗതം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62ാം ചരമവാർഷികം ആചരിച്ചു. തൃശൂർ DCC ഓഫീസിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ TV ചന്ദ്രമോഹൻ, IP പോൾ, O അബ്ദുറഹ്മാൻകുട്ടി, MH ഉസ്മാൻ, സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. സിനിമയെ വെല്ലുന്ന മോഷണത്തിന് ശേഷം തൊണ്ടി തിരികെ നൽകി മാപ്പപേക്ഷ നടത്തിയെങ്കിലും ബലം കണ്ടില്ല. ഒടുവിൽ കള്ളൻ പോലീസ് വലയിലായി. ഗുരുവായൂർ അരിയന്നൂരിലെ ഡോക്ടറുടെ വീട്ടിൽ നിന്ന് 10 പവനോളം സ്വർണം കവർന്ന കുന്നംകുളം കല്ലായിക്കുന്ന് സ്വദേശി പുത്തൻപുരയ്ക്കൽ ഉണ്ണികൃഷ്ണനാണ് പിടിയിലായത്. മുൻപ് ദേവസ്വത്തിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ഇയാൾ കഞ്ചാവ് കവർച്ചാ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അരിയന്നൂർ പോക്കാക്കില്ലത്ത് കുഞ്ഞു മുഹമ്മദിന്റെ വീട്ടിൽ മെയ് 7-ന് രാത്രിയായിരുന്നു മോഷണം. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോൾ വീടിന്റെ പൈപ്പ് വഴി മുകൾ നിലയിൽ കയറിയ ഉണ്ണികൃഷ്ണൻ തുറന്നു കിടന്ന വാതിലിലൂടെ അകത്ത് കടന്ന് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കവരുകയായിരുന്നു. മോഷണം കഴിഞ്ഞയുടൻ 2 പവൻ സ്വർണം പെരുമ്പടപ്പിലെ ഒരു ജ്വല്ലറിയിൽ വിറ്റ് 1,80,000 ഒപ്പിച്ചു. ഇതിൽ 80,000 കൂട്ടാളിക്ക് നൽകി, 5,000 ഭാര്യയ്ക്കും കൊടുത്തു. ബാക്കി തുകയുമായി സുഹൃത്തുക്കൾക്കൊപ്പം നേരെ കൊടൈക്കനാലിലേക്ക് ആഡംബര യാത്ര പോയി. എന്നാൽ മുഖം മറയ്ക്കാതെ മോഷണം നടത്തിയതിനാൽ CCTV ദൃശ്യങ്ങൾ വഴി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതറിഞ്ഞ ഭാര്യ കൊടൈക്കനാലിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞതോടെ കള്ളൻ ഞെട്ടി. ഒടുവിൽ താടിയും മീശയും വടിച്ച് രൂപം മാറിയാണ് ഇയാൾ നാട്ടിലെത്തിയത്. ബാക്കി 8 പവൻ സ്വർണം ആലൊഴിഞ്ഞ പറമ്പിലെ പൊത്തിൽ ഒളിപ്പിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ മെയ് 11-ന് ഒരു സഞ്ചിക്കുള്ളിൽ ബാക്കി സ്വർണവും ഒപ്പം ഒരു മാപ്പപേക്ഷയും എഴുതി ഡോക്ടറുടെ വീടിന് മുന്നിൽ കൊണ്ടിട്ടു. തനിക്ക് തെറ്റുപറ്റിയതാണെന്നും മാപ്പാക്കണമെന്നും 2 പവൻ വിറ്റുപോയെന്നും ബാക്കി സ്വർണം ഇതോടൊപ്പം വെക്കുന്നുവെന്നും കത്തിലുണ്ടായിരുന്നു. കേസ് പിൻവലിക്കണമെന്ന അഭ്യർത്ഥനയും കള്ളൻ മുന്നോട്ട് വെച്ചു. മാപ്പപേക്ഷയൊക്കെ സമർപ്പിച്ചെങ്കിലും പോലീസ് വിട്ടില്ല. ചൊവ്വാഴ്ച ചാവക്കാട് വെച്ച് ഗുരുവായൂർ SI U മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടി. TCV ഗുരുവായൂർ. മൈസൂരിൽ നിന്ന് പിതാവിനോടൊപ്പം നാട്ടിലേക്ക് വരുന്നതിനിടയിൽ കാർ അപകടത്തിൽ മുള്ളൂർക്കര കുമരപ്പനാൽ സ്വദേശിയായ വിദ്യാർത്ഥിനി മരിച്ചു. കുമരപ്പനാൽ കുന്നത്ത് വീട്ടിൽ സുരേന്ദ്രന്റെ മകൾ 18 വയസ്സുള്ള ആര്യയാണ് മരിച്ചത്. മൈസൂർ ആദിചുഞ്ചനഗിരി മെഡിക്കൽ കോളേജിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ആര്യ. അപകടത്തിൽ പിതാവ് സുരേന്ദ്രനും പരിക്കേറ്റു. നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഓർമ്മയായിട്ട് 20 വർഷം. വടക്കാഞ്ചേരി എങ്കക്കാട് സ്വദേശിയായ ആ അഭിനയ പ്രതിഭയ്ക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ് നാട്. ജീവിക്കുകയായിരുന്നു. സ്വാഭാവിക അഭിനയ പരിസരങ്ങളിൽ മലയാളി ജീവിതത്തിന്റെ നോവും നൊമ്പരങ്ങളും അദ്ദേഹം പകർത്തിവെച്ചു. ചിലപ്പോഴൊക്കെ പൊട്ടിച്ചിരിച്ചു, ചിരിപ്പിച്ചു. നിഷ്കളങ്കതയും ലാളിത്യവും ആ കഥാപാത്രങ്ങൾക്ക് ചായം പൂശി. ദേവാസുരത്തിലെ പെരിങ്ങോടൻ, തൂവൽക്കൊട്ടാരത്തിലെ മാരാർ, രസതന്ത്രത്തിലെ ഗണപതി ചെട്ടിയാർ, സംസ്ഥാന അവാർഡ് നേടിയ നിഴൽക്കൂത്തിലെ കാളിയപ്പൻ, പിന്നെ മൂലങ്കുഴിയിൽ പ്രഭാകരനും കൃഷ്ണവർമ്മ തമ്പുരാനും കുട്ടൻ പാപ്പിയുമൊക്കെയായി മലയാള സിനിമയിൽ നിറഞ്ഞാടുകയായിരുന്നു ഒടുവിൽ. എന്തോന്ന് രാവിലെ കിടന്ന് ഈ വളഞ്ഞു കളിക്കുന്നത്? വേണ്ട, കണ്ണു വെക്കണ്ട. ത്രിപുലാദിത്യ തളപ്പിച്ച വെളിച്ചെണ്ണയും തേച്ച് ഇങ്ങനെ സർക്കസ് കളിക്കുന്നോണ്ടാ വയസ്സ് 56 കഴിഞ്ഞിട്ടും നിന്റെ അമ്മായുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റണത്. അവള് കാഞ്ഞിരാ, അതിന് വ്യായാമൊന്നും ആവശ്യമില്ല. 1944 ഫെബ്രുവരി 13-ന് വേഷങ്ങളിൽ അഭിനയത്തിന് തുടക്കമിട്ടു. PN മേനോൻ സംവിധാനം ചെയ്ത ദർശനം എന്ന സിനിമയിലൂടെ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തി. തുടർന്ന് ഇങ്ങോട്ട് 100-ലധികം വേഷങ്ങളിലൂടെ മലയാളി മനസ്സിൽ സ്വന്തമായ ഒരിടം ഒടുവിൽ കണ്ടെത്തി. കേട്ടില്ലേ ജാനകി, നാരായണനാര് മരിച്ചപ്പോ വാവിട്ട് കരയുന്ന 4 കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാ ഞാൻ. എന്നെ പോലും മറന്ന് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പൊ എനിക്ക് കിട്ടി അതിനുള്ള പ്രതിഫലം. സത്യനന്ദിക്കാടിന്റെയും ലോഹിതദാസിന്റെയും ഒക്കെ ചിത്രങ്ങളിൽ വള്ളുവനാടൻ ഭാഷ സംസാരിക്കുന്ന ഒടുവിൽ കഥാപാത്രങ്ങൾ ഒരിക്കലും പ്രേക്ഷക മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല. ഒടുവിൽ കാതൽ കനമുള്ള കഥാപാത്രങ്ങളെ അവശേഷിപ്പിച്ച് 2006 മെയ് 27-ന് ആ അഭിനയ പ്രതിഭ അരങ്ങൊഴിഞ്ഞു. വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സില് ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രമുണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന്
കേരള ലളിതകലാ അക്കാദമിയും കാവ്യശിഖയും സംയുക്തമായി നടത്തുന്ന കുട്ടികളുടെ ഏകദിന ശില്പശാല തൃശൂർ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിദ്യാർത്ഥികളായ അൽഹസീൻ, ഹന ഫാത്തിമ, ആദികേശ്, ആമി, സൻഹ ഫാത്തിമ, അതിഥി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. IR അനർഘ അധ്യക്ഷത വഹിച്ചു. ബാലവേദി സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ MV രാജൻ ക്ലാസ് എടുത്തു. ജയറാം വാഴൂർ, ഡോക്ടർ സുഭാഷിണി, മഹാദേവൻ, ചാക്കോ ഡി അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത കുറുമാലിയിൽ 6 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. 5 കാറുകളും ഒരു പിക്കപ്പ് വാനുമാണ് ഒന്നിനു പിറകെ ഒന്നായി ഇടിച്ചത്. തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോകുകയായിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായത്. ഈ കാറിന് തൊട്ടുപുറകിൽ വരികയായിരുന്ന മറ്റ് 4 കാറുകളും ഒരു പിക്കപ്പ് വാനും നിയന്ത്രണം വിട്ട് ഒന്നിനു പുറകെ ഒന്നായി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ചെറിയ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ കോവിലകം പാടം റോഡിൽ നിയന്ത്രണം വിട്ട കാർ തല കീഴായി മറിഞ്ഞു. നിലമ്പൂരിൽ നിന്നും കൊടകരയിലേക്ക് പോയിരുന്ന കാറാണ് ഡിവൈഡറിൽ ഇടിച്ച് എതിർവശത്തെ റോഡിലേക്ക് തല കീഴായി മറിഞ്ഞത്. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. തൃശൂർ നഗരത്തിലെ പട്ടാളം മാരിയമ്മൻ ക്ഷേത്രത്തിലും ചെട്ടിയങ്ങാടിയിലെ കുളശ്ശേരി ക്ഷേത്രത്തിലും മോഷണം നടത്തിയ പ്രതിയെ പിടികൂടി. അസം സ്വദേശി മഹേഷിനെയാണ് സിറ്റി പോലീസ് സഹകുക്ക് സ്ക്വാഡും അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ചേർന്ന് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നും പിടികൂടിയത്. മണ്ണുത്തി പട്ടാളക്കുന്ന് ഗുരുദേവ നഗറിലെ വീട്ടിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 1 കിലോ 380 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. സംഭവസമയം വീട്ടിലുണ്ടായിരുന്ന മണ്ണുത്തി പട്ടാളക്കുന്ന് ഗുരുദേവനഗർ സ്വദേശികളായ ചേർപ്പിൽ വീട്ടിൽ രാഹുൽ, പയ്യമ്പാട്ട് വീട്ടിൽ സുനിൽ എന്നിവരെയാണ് മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. രാഹുലിന്റെ വീട്ടിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പറപ്പൂർ മഹാത്മാ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമൂഹ രക്തദാന ക്യാമ്പ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രക്തബാങ്ക് മേധാവി ഡോക്ടർ വി സജിത് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷനായിരുന്നു. പറപ്പൂർ ഫെറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ അജിൽ മാങ്ങൻ ആദ്യ രക്തദാനം നിർവഹിച്ചു. രക്തദാനം നിർവഹിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി വിതരണം ചെയ്തു. തോളൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ലിസി ഫ്രാൻസിസ്, വാർഡ് അംഗങ്ങളായ ഷീന വിൽസൺ, ഡേവിസ് വടക്കൻ, പ്രധാന അധ്യാപകൻ AV ജോളി, സൈമൺ തരകൻ, ജോർജ് കൂത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം പേർ രക്തദാനം നടത്തി. തൃശൂരിലെ പ്രമുഖ ലൈവ് ആൻഡ് കരോക്കെ സംഗീത കൂട്ടായ്മയായ രാഗമാലികയുടെ 3ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ കേരള സാഹിത്യ അക്കാദമി MT ഹാളിൽ സംഘടിപ്പിച്ചു. രാഗമാലിക തൃശൂരിന്റെ രക്ഷാധികാരിയും കലാസാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഡോക്ടർ AC ജോസിന്റെ അധ്യക്ഷതയിൽ നടന്ന രാഗമാലികയുടെ 3ാം വാർഷികാഘോഷത്തിൽ തൃശൂർ അതിരൂപത KCBC മദ്യലഹരി വിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ഡോക്ടർ ദേവസി പന്തലൂക്കാരൻ മുഖ്യാതിഥിയായി. രാഗമാലിക പ്രസിഡന്റ് സൈമൺ T പുളിക്കൻ, സെക്രട്ടറി ജയപ്രകാശ് രാഗമാലിക തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഫാദർ ഡോക്ടർ ദേവസി പന്തലൂക്കാരൻ, ഡോക്ടർ AC ജോസ്, ഗായകൻ തൃശൂർ റാഫി എന്നിവരെ ആദരിച്ചു. തുടർന്ന് രാഗമാലിക സംഗീത കൂട്ടായ്മ അംഗങ്ങൾ രചനയും സംഗീതവും നിർവഹിച്ച് ആരംഭിച്ച അവതരണ ഗാനം അരങ്ങേറി. മാനവഗീതം ചെറുമഴയായി പെയ്തിറങ്ങുമ്പോൾ മാനസവ്യതകൾ മഞ്ഞുകളും പോലരിഞ്ഞു പോകുന്നു. തുടർന്ന് രാഗമാലിക അംഗങ്ങൾ അവതരിപ്പിച്ച സംഗീത നിശ ആസ്വാദകർക്ക് മനോഹരമായ സംഗീതാനുഭവമായി. കൈകൊടന്ന് നിറയെ തിരുമധുരം തരും കുറുനിളം തൂവൽ കിളിപ്പാട്ടുമാ ഇതളർന്ന വഴികൾ നീളെ വിളയും വസന്തം പൂക്കൾ ചൂടി നിലാവ് പോലിവൾ വന്നു ദേവകന്യക സൂര്യതമ്പുരു നീട്ടുന്നു. കിഡ്നി
സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരിച്ച അച്ഛന്റെ ഓർമ്മയ്ക്കായി തുടർച്ചയായി 5-ാം വർഷവും കിഡ്നി രോഗബാധിതർക്കായി ഡയലൈസറും ട്യൂബും നൽകി മകളുടെ നന്മ. അന്തിക്കാട് ചേർത്തേടത്ത് CV നടരാജന്റെ ഓർമ്മയ്ക്കായാണ് മകളുടെ പുണ്യപ്രവൃത്തി. കോവിഡ് കാലത്താണ് നടരാജൻ മരിച്ചത്. നൃത്ത അധ്യാപികയായ മകൾ രേഖയാണ് മുടങ്ങാതെ 5 വർഷമായി കിഡ്നി രോഗികൾക്ക് സാന്ത്വനമെത്തിക്കുന്നത്. ഈ വർഷം 20ഓളം രോഗികൾക്ക് വേണ്ട ഡയലൈസറും ട്യൂബും വിതരണം ചെയ്തു. അന്തിക്കാട് UAE ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് ബന്ധുക്കൾ ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസാദ് ചേർത്തേടത്ത്, ഹരീഷ് മാസ്റ്റർ, മണികണ്ഠൻ പുളിക്കത്തറ, ഗിരിജൻ മേനോൻ, പ്രസീത കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ തട്ടുകട കത്തിനശിച്ചു. എറിയാട് മഞ്ഞളിപ്പള്ളി പാലത്തിന് സമീപം തയ്യിൽ രാജന്റെ തട്ടുകടയിലാണ് പാചകവാതക സിലിണ്ടർ ചോർന്നതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായത്. 4-ചക്ര വാഹനത്തിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിലെ മുഴുവൻ സാമഗ്രികളും കത്തിനശിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,510 രൂപ, പവന് 1,16,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട് ഉൾപ്പെടെ 12 ഇടങ്ങളിൽ ED റെയ്ഡ്. ED നടപടിക്കെതിരെ തെരുവിൽ പ്രതിഷേധിച്ച് CPM. ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ CPM പ്രവർത്തകർ അടിച്ചു തകർത്തു. ED റെയ്ഡിനെതിരെ പ്രതികരിച്ച CPM നേതാക്കൾ. ഫാസിസ്റ്റ് അജണ്ടകൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് K രാധാകൃഷ്ണൻ MP. വിരട്ടാൻ നോക്കണ്ടെന്ന AC മൊയ്തീൻ MLA. വിജയിന് നേരെയുള്ള EDയുടെ വേട്ട BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശവുമായി ബലിപ്പെരുന്നാൾ നാളെ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടത്തും. വെളിയിട വിസർജന നിരോധിത മേഖലയായി പ്രഖ്യാപിച്ച ഗുരുവായൂർ നഗരസഭയിൽ നിയമലംഘനം പതിവാകുന്നു. ഗുരുവായൂർ നഗരസഭ ഓഫീസിന് തൊട്ടുമുന്നിലുള്ള ക്ഷേത്രപ്രവേശന സ്മാരക പാർക്കിംഗ് ഗ്രൗണ്ടും മഞ്ജുലാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരവും ദുർഗന്ധപൂരിതം. പുത്തൂർ പഞ്ചായത്തിലെ മലയോര മേഖല കാട്ടാന ഭീഷണിയിൽ. ആനക്കൂട്ടങ്ങൾ കൃഷി നശിപ്പിക്കുന്നതും ജനജീവിതത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നതും പതിവാകുന്നു. കാട്ടാന ശല്യം തടയാൻ അടിയന്തര നടപടിയെടുക്കുമെന്ന് K രാജൻ MLA. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.